തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ ഇതിനകത്ത് പ്രതിപക്ഷ കൗൺസിലർമാർക്ക് വലിയ പ്രതിഷേധം കോർപ്പറേഷനകത്ത് ഉന്നയിച്ചിരുന്നു. പുറത്ത് പ്രതീകാത്മകമായി ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതീകാത്മകമായി ചുവന്ന മഷി ഒഴിച്ച് ഒക്കെയുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റീത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതും ഈ പറഞ്ഞ പ്രതീകാത്മക സമരങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പ്രേക്ഷകർക്കറിയാം, ഒരു കുഴി, റോഡിലെ കുഴി, ദീർഘനാളായി അവിടെ തുടരുന്ന കുഴി, ആ കുഴിയിൽ പല ആളുകൾ വീണിട്ടും മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഒരു 4 മെറ്റൽ പോലും ഇട്ട് കുഴിയടയ്ക്കാൻ ആരും തയ്യാറാവാതിരിക്കൽ, ഒടുവിൽ ഒരു ഹതഭാഗ്യൻ ആ കുഴിയിലേക്ക് വന്ന് ബൈക്ക് വെട്ടിച്ച് മാറ്റി വീണ് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം അവിടെ ശക്തമാവുന്നത്. റാഫി കരീം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. റാഫി, എന്താണ് ഹാളിനകത്ത് അല്ലെങ്കിൽ സഭയ്ക്കകത്ത് പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണോ പ്രതിപക്ഷം? ഹാഷിമി, തീർച്ചയായും ശക്തമായ പ്രതിഷേധമാണ് തൃശ്ശൂരിലെ കൗൺസിൽ യോഗത്തിനിടെ പ്രതിപക്ഷം നടത്തുന്നത്. ഈ പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യാതെ കൗൺസിൽ യോഗം ആരംഭിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു ആദ്യം മുതലുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് മേയർ അജണ്ടയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഈ റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളും മരണങ്ങളും ചർച്ച ചെയ്യാമെന്നായിരുന്നു നിലപാടെടുത്തത്. ഈ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഈ ടേബിളിൽ കയറി നിന്നുള്ള പ്രതിഷേധം നടത്തുന്നത്. ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ പ്രതിപക്ഷ കൗൺസിലർമാരിൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ചർച്ച ചെയ്യാതെ മേയർ മടങ്ങിയാൽ മേയറുടെ ചെയറിൽ റീത്ത് വയ്ക്കുമെന്ന് പറയുകയും ഇതിനെതിരെ ഭരണപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തുകയുമായിരുന്നു. ഈ പരാമർശം പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറഞ്ഞാൽ മാത്രം കൗൺസിൽ യോഗവുമായി മുന്നോട്ട് പോകാം എന്ന നിലപാട് ഭരണപക്ഷം സ്വീകരിച്ചു. ഇത് വലിയ വാക്കേറ്റത്തിലും പരസ്പരമുള്ള വെല്ലുവിളിയിലും ഉന്തും തള്ളിലുമാണ് കലാശിച്ചത്. ഇതിന് പിന്നാലെ ടേബിളിൽ കയറി നിന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലറെ സസ്പെൻഡ് ചെയ്യുന്നതായി മേയർ അറിയിച്ചു. ഇതോടുകൂടി മറ്റ് കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും ടേബിളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന കൗൺസിലർമാരെ അടുത്ത 2 കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതായി മേയർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൗൺസിൽ യോഗം ആരംഭിച്ച് ആദ്യ അജണ്ട ചർച്ച ചെയ്യാൻ അനുവദിക്കാതെയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുൻപ് സംഘർഷ സാധ്യതയുണ്ടായിരുന്നു, വലിയ ഉണ്ടും പരസ്പരമുള്ള തെരുവിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിഷേധമാണ് നടക്കുന്നത്. ടേബിൾ കയറി നിന്ന് പ്രതിപക്ഷ പ്രതിഷേധവും ഒപ്പം തന്നെ ടേബിളിന് താഴെ ഭരണപക്ഷവുമാണ് പ്രതിഷേധിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ 3 ദിവസമായി പ്രതിപക്ഷം ഈ നിലയിലുള്ള പ്രതിഷേധം നടത്തുന്നു. പ്രതീകാത്മകമായ പ്രതിപക്ഷം നടത്തുന്നു. റോഡിൽ കുഴിയിൽ വീണ് ഒരു ഇരുചക്ര യാത്രക്കാരൻ മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗത്തിന് തന്നെ എത്തിയത് ശരീരത്തിൽ ചുവന്ന കളറിലുള്ള മഷി ഒഴിച്ചാണ്. ഈ മഷി ഒഴിച്ചത് റോഡിൽ പൊലിയുന്ന ചോരയ്ക്ക് പ്രതീകാത്മകമായി എന്നുള്ളതായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് നമ്മളോട് പറഞ്ഞു. ഏതായാലും ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണ്. ഹാഷിമി, തൃശ്ശൂർ കോർപ്പറേഷൻ ഹാളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ. അവിടെ ഇത്തരത്തിൽ എന്താണ് അത് ചർച്ച ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാനാവില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ നിലപാട്. പ്രതീകാത്മകമായി ദേഹത്ത് ചുവന്ന പെയിൻറ് ഒക്കെ ഒഴിച്ച് ആണ് അവിടെ പ്രതിഷേധിക്കുന്നത്. വലിയ മുദ്രാവാക്യമൊക്കെ ഉയർത്തുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ റോഡിലെ കുഴിയിൽ വീണ യുവാവിന് റോഡിലെ കുഴി അവിടെ മേയർ ഇപ്പോൾ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് മൈക്ക് തട്ടി മാറ്റുകയാണ്. പിന്നെ സംസാരിക്കാമെന്നാണ് തോന്നുന്നു മേയർ പറയുന്നത്. എന്തായാലും അത് ചർച്ച ചെയ്യാതെ പോകാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രതിഷേധത്തിന് ഉറപ്പായും രാഷ്ട്രീയ നിറമുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല, ഉറപ്പായും അതിൽ രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യാതെ അവിടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട്ടിലെ മനുഷ്യരുടെ പൊതുവികാരമാണ്. കാരണം ആർക്കും റോഡിൽ സംഭവിക്കാവുന്ന ഒന്നാണ് ആ ചെറുപ്പക്കാരൻ അവിടെ സംഭവിച്ചത്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും എത്ര സ്പീഡിലാണെങ്കിലും അല്ലെങ്കിലും മുന്നിൽ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു വലിയ ഗർത്തം, അഗാധ ഗർത്തം കണ്ടാൽ ഒന്നുകിൽ ചാടി ഇറങ്ങുക, അല്ലെങ്കിൽ ചാടി ഇറങ്ങിയാൽ വണ്ടി മറിയും, അല്ലെങ്കിൽ വെട്ടിച്ച് മാറ്റിയാൽ ഇപ്പുറത്തോടി വരുന്ന വണ്ടി തട്ടും എന്നുള്ള ദയനീയമായ സാഹചര്യം അവിടെ തൃശ്ശൂരിടത്ത് മാത്രമുള്ളതല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള പല റോഡുകളിലെയും കുഴി അല്ലെങ്കിൽ അപകടാവസ്ഥയാണത്. അതുകൊണ്ട് റോഡിലിറങ്ങുന്ന ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ആ യുവാവിന് സംഭവിച്ചത്. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം. അത് ചർച്ച ചെയ്തതിന് പരിഹാരമുണ്ടാക്കൽ തന്നെയാണ് കരണീയം. റാഫി കരീം തുടരുന്നു. റാഫി, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അത് ചർച്ച ചെയ്യണം എന്നുള്ളതാണോ, അതോ എന്താണ് ആവശ്യം, കൃത്യമായ ആവശ്യം? വിഷ്ണുദത്ത് മാപ്പ് എന്നൊക്കെയുള്ള പ്ലക്കാർഡ് ഉയർത്തുന്നുണ്ടല്ലോ പ്രതിപക്ഷം. ഹാഷിമി, ഈ
വിഷ്ണുദത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റോഡിലുണ്ടായ കുഴിയും ഒപ്പം തന്നെ ഈ റോഡിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും ആ വിഷയം കൗൺസിൽ പ്രധാനമായും ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ചർച്ച ചെയ്യുകയും വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഭരണപക്ഷത്തിൽ നിന്നുണ്ടാകണമെന്നുമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത്. ഈ വിഷയം കൗൺസിൽ യോഗം ആരംഭിച്ച ഉടനെ തന്നെ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് മേയർ നൽകിയ മറുപടി ഈ കൗൺസിൽ യോഗത്തിൽ അജണ്ടയിലുള്ള വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ആവശ്യവും പരിഗണിച്ച് അജണ്ടയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന നിലപാട് മേയർ സ്വീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അജണ്ടയിലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തു. ആദ്യ അജണ്ട തന്നെ പ്രതിപക്ഷ നേതാവ് ഇവിടെ മേയറായിരുന്ന സമയത്ത് നടത്തിയ ഒരു കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്തതിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇനി റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചത്. ഇതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി ഈ വിഷയം ചർച്ച ചെയ്യാതെ മേയർ ഡയസിൽ നിന്ന് മടങ്ങിയാൽ മേയറുടെ കസേരയിൽ റീത്ത് വയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറയുകയുണ്ടായി. ഇതിൽ ഭരണപക്ഷ കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു നിലപാടെടുത്ത രാജൻ പല്ലൻ മാപ്പ് പറയണമെന്നായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടത്. പിന്നീട് ഭരണപക്ഷ കൗൺസിലർമാർ പ്രതിപക്ഷ കൗൺസിലർമാരുടെ അടുത്തേക്ക് നടുത്തളത്തിലേക്ക് ഇറങ്ങി വരികയും ഈ ഭരണപക്ഷ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം വെല്ലുവിളി ഉണ്ടാവുകയും ഉണ്ടതള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഡയസിൽ ഈ ഇത്തരത്തിൽ ടേബിളിൽ കയറി നിന്നുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ കൗൺസിലർമാർ കടന്നിരിക്കുന്നത്. ഈ വാക്കേറ്റം ഉണ്ടാകുന്നതിനിടയിൽ ടേബിളിൽ കയറി പ്രതിഷേധിച്ച ഒരു പ്രതിപക്ഷ കൗൺസിലറെ സസ്പെൻഡ് ചെയ്യുന്നതായി മേയർ അറിയിച്ചു. ഇതിന് തൊട്ട് പിന്നാലെയാണ് എല്ലാ പ്രതിപക്ഷ കൗൺസിലർമാരും കോൺഗ്രസിന്റെ പ്രതിപക്ഷ കൗൺസിലർമാർ എല്ലാവരും തന്നെ ഒന്നിച്ച് ടേബിളിൽ കയറി നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാതെ കൗൺസിൽ യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. എന്നാൽ മേയറുടെ കസേരയിൽ റീത്ത് വയ്ക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം അത് പിൻവലിച്ച് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയാതെ അജണ്ടയിലുള്ള വിഷയം പോലും കൗൺസിൽ ചർച്ച ചെയ്യില്ലെന്ന നിലപാടിലാണ് ഭരണപക്ഷമുള്ളത്. എന്തായാലും ഇരു കൂട്ടരും പരസ്പരം പേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യങ്ങളെയും പ്രതിഷേധവും തുടരുകയാണ്. ഒപ്പം കനത്ത പോലീസ് സുരക്ഷയും കൗൺസിൽ ഹാളിന് പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസിന്റെ സുരക്ഷ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവരുടെ വസ്ത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള മഷി ഒഴിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഈ പ്രതിഷേധത്തിന് വേണ്ടി കൗൺസിൽ ഹാളിലേക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. അത് പ്രധാനമായും അവർ പറഞ്ഞത് ഈ ഒരു പ്രതിഷേധം റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് റോഡിൽ ചൊരിയുന്ന ചോരയ്ക്ക് പ്രതീകാത്മകമായാണ് ഇത്തരത്തിലുള്ള ചുവന്ന മഷി ദേഹത്തോടും ശരീരത്തിലൂടെയും ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധമെന്നാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. കൗൺസിൽ യോഗം ആരംഭിച്ചത് മുതൽ 11 മണിക്കാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത് മുതലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഒരു അജണ്ട പോലും കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ വിഷ്ണുദത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള റോഡിലെ കുഴിയും ആ കുഴി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. തൃശ്ശൂർ MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വിട്ടിച്ച് യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച ദാരുണ സംഭവത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്. മാത്രമല്ല വിശ്വത്തിൻ്റെ അമ്മയ്ക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് MG റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ പെട്ടെന്ന് വെട്ടിക്കുകയായിരുന്നു ആ സാധു യുവാവ്. അതോടെ പിന്നിൽ നിന്ന് സ്വകാര്യ ബസ് ഇടിച്ചു കയറി. അപകടം നടന്ന ഉടനെ വിശ്വത്തിനെ അമ്മയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വിശ്വത്തിനെ അവിടെ രക്ഷിക്കാനായില്ല. അത് ആ റോഡിലെ കുഴി മൂലം ഉണ്ടായത് ഒന്ന് മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ വിശ്വത്തിൻ്റെ ഭാഗത്ത് അപകടത്തിലേക്ക് നയിച്ച യാതൊരു പിഴവും ഉണ്ടായിട്ടില്ല. കുഴിയാണ് അതിന് കാരണമായത്. കുഴി അടയ്ക്കണം എന്ന് പല ആളുകൾ പല കേന്ദ്രങ്ങളിൽ പറഞ്ഞതാണ് എന്നത് അതിനെ തുടർന്നുള്ള പിന്നീടുള്ള പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്നും ആരും ചെയ്തില്ല. ഒരു വിഷ്ണുദത്ത് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് ജീവൻ വേണ്ടി വന്നു കണ്ണു തുറക്കാൻ. ഇപ്പോഴും അത് ആ കുഴി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോയി നോക്കിയാലേ അറിയുള്ളൂ. എന്തായാലും ആ ദിവസം മുതൽ അന്ന് വൈകിട്ട് കോരിച്ചൊരിയുന്ന മഴയത്തടക്കം കോൺഗ്രസിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. 3 തീവ്രമായി പ്രതികരിക്കുന്ന 3 ചേച്ചിമാരുടെ അടക്കമുള്ള പ്രതിഷേധം നമ്മൾ ആ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ തന്നെയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതും. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം നമ്മൾ
ആ ദിവസം എല്ലാ ദിവസവും എന്നോണം ഏതെങ്കിലുമൊക്കെ സമരമായി ശവമഞ്ചം വെച്ചടക്കമുള്ള സമരമായി ഓരോരോ പ്രതീകാത്മകമല്ലാത്തതുമായ സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ സഭാ ഹാളിനകത്താണ് ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം ഏതാണ്ട് സമാന രീതിയിൽ തന്നെയാണ്. ദേഹത്താകെ ചുവന്ന മഷി കോരിയൊഴിച്ച് പ്രതീകാത്മകമായി കയ്യിൽ ഒരു റീത്തും പിടിച്ച് മാപ്പ് വിഷ്ണുജിത്ത് എന്ന ഫ്ലക്സൊക്കെ പിടിച്ചാണ് അവിടെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമരം. ആ സമരം അവിടെ ഏറെ മണിക്കൂറുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ടേക്ക് പറയുന്നത്. മേയർ അതിനോട് വഴങ്ങുന്നില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. വഴങ്ങുന്നതാണ് അതിലുചിതം. നാടിന് കരണീയം അത് ചർച്ച ചെയ്യുകയും ആരാണ് ഉത്തരവാദികളെന്ന് കൃത്യമായി ഓഡിറ്റ് നടത്തുകയും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു ജീവൻ്റെ വില ഉള്ളൊരു സംഭവമാണ്. കേവലം രാഷ്ട്രീയ പ്രശ്നം മാത്രമാക്കി അതിനെ കണ്ടുകൂടാ. ഉറപ്പായും നമ്മൾ പറയുന്നു, പ്രതിപക്ഷം ഉന്നയിക്കുന്നതിൽ അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ആ ഉന്നയിക്കുന്ന വിഷയത്തിൽ അതിന് രാഷ്ട്രീയമില്ലാത്തൊരു വിഷയമാണ്. 22 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. ആ ജീവന് നീതി കിട്ടുക എന്ന് പറയുന്ന നാടിൻ്റെ ആവശ്യമാണ്. അത് ചർച്ച ചെയ്യുകയും ആരാണോ ഉത്തരവാദി ആ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യം കൂടിയാണ്. അതിനുവേണ്ടിയാണ് അവിടെ ഇപ്പോൾ അവിടെ പ്രതീകാത്മക സമരങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും മേയർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നൊക്കെയായിരുന്നു അന്ന് ആദ്യ ദിവസത്തിലുണ്ടായിരുന്ന മുദ്രാവാക്യം. എന്തായാലും ആ പ്രതിഷേധം അവിടെ കൗൺസിൽ ഹാളിൽ തുടരുകയാണ്.